ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാല ചിന്തകൾ പങ്കുവയ്ക്കപ്പെടുന്ന ആത്മതാപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പുകാലം ഈശോയുടെ പീഡാനുഭവ മരണങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഓരോ ക്രൈസ്തവ വിശ്വാസിയും നടത്തുന്ന തീർത്ഥാടനമാണ്. ചുരുക്കത്തിൽ ഈശോയുടെ ജെറുസലേം യാത്രയോട് സഭ മുഴുവൻ ഒന്നുചേർന്ന് തീർത്ഥാടനം നടത്തുന്നതിനെയാണ് നോമ്പുകാലം എന്ന് നാം വിശേഷിപ്പിക്കുന്നത്. സുറിയാനി ഭാഷയിൽ ഈ കാലത്തെ നാം വിളിക്കുന്നത് സൗമ റംബ കാലമെന്നാണ്. സൗമ എന്നാൽ ഉപവാസമെന്നും റംബ എന്നാൽ വലുതും എന്നാണ് അർത്ഥം. ഈ കാലഘട്ടം വലിയ ഉപവാസത്തിൻ്റെ കാലമെന്നാണ് സഭ വിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ 2026 നൽകിയ നോമ്പുകാല സന്ദേശത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ആരംഭിക്കുന്നത് നാം നമ്മുടെ ഹൃദയങ്ങളെ ദൈവവചനത്താൽ സ്പർശിക്കാൻ അനുവദിക്കുമ്പോഴാണ്. അതായത് ദൈവവചനത്തെ നാം ശ്രവിക്കാനും ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനും തയ്യാറാകുമ്പോഴാണ് മാനസാന്തരം നമ്മിൽ ഉടലെടുക്കുന്നത്. തുടർന്ന് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: നാം നല്ലൊരു ശ്രോതാവായി മാറണം. സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുന്നത് ശ്രവിക്കുമ്പോഴാണ്. ദൈവവുമായുള്ള നമ്മുടെ സ്നേഹബന്ധം നിലനിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് നാം കരുതുന്നുണ്ടെങ്കിൽ ദൈവവചനത്തെ ശ്രവിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കേണ്ടത് ആവശ്യമാണ്. നോമ്പുകാലം ഇപ്രകാരം ദൈവത്തെ സ്നേഹത്തോടുകൂടെ ശ്രവിക്കുന്ന ഒരു കാലമാണ്. നോമ്പുകാലം തിരിച്ചു നടക്കേണ്ട ഒരു കാലമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്ന മനോഹരമായ ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. അതിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമെല്ലാം സ്വീകരിച്ച് തൻ്റെ സ്വത്ത് വാങ്ങി ദൂരദേശത്തേക്ക് പോകുന്ന ഒരു ധൂർത്തപുത്രനെ നാം വായിക്കുന്നുണ്ട്. നമ്മിലെല്ലാം ഇപ്രകാരം ഒരു ധൂർത്തപുത്രൻ ഒളിഞ്ഞിരിപ്പുണ്ട്. പിതാവിൻ്റെ സ്നേഹം എനിക്ക് മതി, എനിക്കെൻ്റെ ഓഹരിയുമായി കൂട്ടുകാരുമൊത്ത് സമയം ചെലവഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ദൂരദേശത്തേക്ക് പോകുന്ന ഒരു ധൂർത്തപുത്രൻ. പിന്നീട് അവൻ തിരിച്ചറിയുകയാണ്, താൻ അനുഭവിച്ച സ്വാതന്ത്ര്യവും താൻ അനുഭവിച്ച സൗഹൃദങ്ങളുമൊക്കെ പൊള്ളയാണെന്ന് മനസ്സിലാക്കി ആ തിരിച്ചറിവ് വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് അവൻ തിരിച്ചു നടക്കുകയാണ്. അവിടെ അവൻ തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിലുള്ള പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന്. അവനെ ദൂരെ നിന്ന് കണ്ട പിതാവ് ഓടിച്ചെന്ന് ആശ്ലേഷിക്കുകയാണ്. നഷ്ടപ്പെട്ട മകനെ കണ്ടുകിട്ടുന്ന പിതാവിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവമാണ് നോമ്പുകാലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നോമ്പുകാലം തിരിച്ചു നടക്കേണ്ട ഒരു കാലമാണ്. സ്നേഹമുള്ളവരെ, നോമ്പുകാലം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് വരുന്ന കാലഘട്ടമാണ്. ദൈവത്തെ ശ്രവിക്കുന്നവർക്ക്, ദൈവമാണ് ശരിയെന്ന് മനസ്സിലാകുന്നവർക്ക് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കാൻ ദൈവം അനുവദിക്കുന്ന കാലമാണ് നോമ്പുകാലം. ധൂർത്തപുത്രനും ഇപ്രകാരമൊരു സ്നേഹത്തിൻ്റെ അനുഭവമായി മാറുകയാണ്. പിതാവിൻ്റെ ആഘോഷത്തിൽ അവനും പങ്കുചേരുകയാണ്. അവൻ്റെ തിരിച്ചുവരവ് വലിയൊരാഘോഷമായി മാറുകയാണ്. സക്കേവൂസിൻ്റെ ഉപമയിലും ഈശോയുടെ സ്നേഹമാണ് സക്കേവൂസ് അനുഭവിക്കുന്നത്. താൻ കാണാൻ ആഗ്രഹിച്ചവൻ തൻ്റെ ഭവനത്തിലേക്ക് വരികയാണെന്ന് അറിയുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായ സന്തോഷം എപ്രകാരമായിരിക്കും. അവൻ മാനസാന്തരപ്പെടാൻ തയ്യാറാവുകയാണ്. അവൻ വഞ്ചിച്ചെടുത്തത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ സ്വർഗം സക്കേവൂസിനെ സ്വന്തമാക്കിയ നിമിഷമായി ആ ഒരു വീട് മാറുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നാം തിരിച്ചു നടക്കുമ്പോൾ, പിതാവ് നമ്മെ ആശ്ലേഷിക്കുമ്പോൾ അവിടെ ഭവനത്തിന് സമാധാനമുണ്ടാവുകയാണ്. അങ്ങനെ തിരിച്ചു നടക്കുന്ന, ദൈവസ്നേഹം അനുഭവിക്കുന്ന മനോഹരമായ കാലമാണ് നോമ്പുകാലം. അവസാനമായി, നോമ്പുകാലം അപരനിലേക്ക് തിരിയാൻ ആഹ്വാനം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ദൈവവും അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായും ആ ദൈവസ്നേഹം നമ്മൾ അപരനിലേക്കും പകർന്നു നൽകും. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണല്ലോ നാം പറയുന്നത്. നാം കരുണ ആരംഭിക്കേണ്ടത് നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെയാണ്. നാം കരുണ കാണിക്കേണ്ടത് നമ്മെ അറിയാവുന്നവരോടാണ്. ദൈവത്തെ അനുഭവിച്ചവന് ഈ കരുണയുടെ സുവിശേഷം പകർന്നു നൽകുക എന്നുള്ളതാണ് നോമ്പുകാലത്തിൻ്റെ യഥാർത്ഥമായ ചൈതന്യം. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു നടന്നവൻ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചവൻ അപരനെ മനസ്സിലാക്കുമ്പോഴാണ് നോമ്പുകാലം ഫലദായകമായി മാറുന്നത്. സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തെ നാം വിശേഷിപ്പിക്കുന്നത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കാലം എന്നാണ്.
സുറിയാനി സഭാപിതാവും പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നറിയപ്പെടുന്ന വിശുദ്ധ അപ്രേം പിതാവ് ഇപ്രകാരം പറയുകയാണ്: ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആത്മാവ് ചിറക് വിടർത്തുന്നു. നമ്മുടെ ഹൃദയം അത്യുന്നതൻ്റെ വാസസ്ഥലമായി മാറുന്നു. എത്ര മനോഹരമായ വാക്യമാണിത്! നാം എടുക്കുന്ന ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ആത്മാവിൻ്റെ ചിറക് വിടർത്തുന്ന കാലമായി നോമ്പുകാലം മാറുകയാണ്. നമ്മുടെ അത്യുന്നതൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന, അവനെ കേൾക്കുന്ന മനോഹരമായ ഈ നോമ്പുകാലത്തിൻ്റെ ചൈതന്യം നമുക്ക് സ്വന്തമാക്കാം. നമുക്ക് തിരിച്ചു നടക്കാൻ തയ്യാറാകാം. നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ അപരനിലേക്ക് കണ്ണോടിക്കാം. ഒപ്പം ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യം ഉൾക്കൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ ചിറക് വിടർത്തി ദൈവത്തിൻ്റെ പാതയിൽ ജെറുസലേമിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന മക്കളായി മാറാനുള്ള ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഈ നോമ്പുകാലത്തിൻ്റെ ഫലങ്ങൾ സ്വീകരിക്കാൻ സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.